മുതലാളി വന്നു. കേശവപിള്ള, ഈ കേശവപിള്ള ഇത് എവിടെ പോയി കിടക്കുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ. എവിടെയാ നശിച്ചവൻ? ആര്? അയ്യോ, വേറെ ആറ്, എന്റെ മകൻ രാജേന്ദ്രൻ തന്നെ. കൊച്ചു മുതലാളി കോളേജിൽ പോകാൻ ഒരുങ്ങുകയാണ്. കോളേജിൽ ഈടെയായി അവന്റെ കൂട്ടുകെട്ടത്ര ശരിയല്ല. ഇങ്ങനെ പോയാൽ എന്റെ കാലശേഷം നമ്മുടെ കമ്പനിയും ഫാക്ടറിയും ഒക്കെ. ഫാക്ടറിയോ? ഷട്ടപ്പ് യുവർ മൗത്ത്. ഫാക്ടറിയല്ല, ഫാക്ടറിയൊക്കെ ആറ് നോക്കി നടത്തുവണ്ണെ. പറക്കമുട്ടാത്ത പ്രായത്തിൽ അമ്മ നഷ്ടപ്പെട്ട കുട്ടിയല്ലേ മുതലാളി? പറക്കമുട്ടാൻ അവനെന്താ പ്രാവോ? അതല്ല മുതലാളി, മുതലാളിയുടെ എടുത്തുചാട്ടവും മുൻകോപവും എല്ലാം കൊച്ചു മുതലാളിക്കും കിട്ടിയിട്ടുണ്ട്. അതിനെങ്ങനെയാ? അങ്ങയുടേതല്ലേ വിത്ത്? അതെ, വിശ്വാസം അതല്ലേ എല്ലാം. കേശവപിള്ളെ, 6.5 മണിക്കൂറുള്ള തീവണ്ടിയിൽ എനിക്ക് മദ്രാസിക്ക് പോകണം. എന്റെ ആ കോട്ട് സൂട്ടുമൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ട് വെക്കണം. ഞാൻ പോയിട്ട് വരുന്നത് വരെ കേശവപിള്ള അവനെ ഒന്ന് ശ്രദ്ധിക്കണം. ശരി മുതലാളി. ഇങ്ങ് വന്നേ. പിന്നൊരു കാര്യം, രഹസ്യമായി ഞാൻ ഒരു കാര്യം പറയാം. ആ താഴ്ന്ന ജാതിക്കാരി സരസ്വതിയുടെ മകൾ സാരഥിയുമായി അവന് ചില ചുറ്റിക്കളിയുണ്ട്. അതൊന്ന് നോക്കി കണ്ടറിയണം. ശരി കമ്പി മുതലാളി. കമ്പി മുതലാളി അല്ലടാ, സിമന്റ് മുതലാളി. ആരായാൽ നിനക്കെന്തേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. രാജേന്ദ്ര, നിൽക്കവിടെ. നീ എവിടെ പോകുന്നു? ഞാൻ ഇന്നും രാവിലെ എവിടെ പോകുന്നെന്ന് എനിക്കറിയില്ലായിരിക്കും. കോളേജിലേക്കാണെന്നാണ് പറച്ചിൽ. പക്ഷേ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ആ ഹീനജാതിക്കാരിയുമായുള്ള നിന്റെ ഊറ് സുറ്റൽ അല്ലേടാ? സത്തിച്ചു പോകരുത്. എന്നാൽ ഞാൻ ഇനി കോളേജിലേക്കുമില്ല, ഒരു കീഴേജിലേക്കുമില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് കൊച്ചു മുതലാളി. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ കുഞ്ഞിനെ ഇത്രയും നാളും വളർത്തിയ അച്ഛനോടാണോ ഇങ്ങനെ പറയുന്നത്? അച്ഛനാണ് പോലും അച്ഛൻ. എനക്ക് അമ്മയില്ലാതായത് എങ്ങനെയാണ്? പറയൂ കേശവപിള്ള അമ്മാവ. തൊഴിച്ചു കൊണ്ടതാണ് അയാൾ എന്റെ അമ്മയെ. രാജേന്ദ്ര, നിന്റെ വാക്കുകൾ അതിര് കടക്കുന്നു. അതിര് കടക്കുന്നെങ്കിൽ അതിനാളൊന്ന് കുത്തിയെടുക്ക. അതിര് വിട്ട കുതിരയെ കഴിഞ്ഞാനിട്ട് ബന്ധിക്കാൻ ഈ രാജശേഖരൻ തമ്പിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക്. കഴുതയ്ക്ക് കഴിഞ്ഞാനിടാൻ ഈ രാജശേഖരൻ തമ്പി പഠിച്ചിട്ടില്ല. രാജേന്ദ്ര, കേശവപിള്ള എവിടെ പോകുന്നു? തിന്ന ചോറിന് നന്ദി കാണിക്കുന്നു മുതലാളി. മനസ്സിലായില്ല. ഞാൻ വീടിന്റെ പടി ഇറങ്ങുന്നു എന്ന്. കേശവപിള്ള, നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇവിടെ നിന്നാൽ ഞാൻ ഒരു കൊലപാതകത്തിന് സാക്ഷ്യം പറയേണ്ടി വരും. കേശവപിള്ള, നല്ലൊരു കാര്യത്തിനിറങ്ങുമ്പോൾ പുറകിൽ നിന്നും വിളിക്കരുത് മുതലാളി. ഒന്ന് നിൽക്കൂ. എന്തു വേണം? ഒരു കാര്യം പറയാനുണ്ട്. ഈ സുവർണ്ണ റോസാപ്പൂ ഇഷ്ടമായോ? എന്താണെന്ന് വെച്ചാൽ വേഗം പറയൂ. എനിക്ക് ക്ലാസ്സിൽ പോണം. ശരി. പോടാ സ്വരുത്തവളെ. ഇങ്ങനെയാണൂടാ പഞ്ചസാര അടിക്കുന്നത്. മാറി നിൽക്ക്, ഞാൻ കാണിച്ചു തരാം. ഇടാ മണിയാ, നോക്ക്, പൊളിറ്റിക്സിന് പഠിക്കുന്ന നമ്മുടെ രാജമ്മ വരുന്നു. നിനക്ക് വേറൊരു കാമുകി ഉണ്ടല്ലോ, പിന്നെന്തിനാ നീ രാജമ്മയെ നോക്കുന്നത്? എന്റെ കഞ്ഞിയിൽ നീ ദയവ് ചെയ്ത് പാട്ട ഇടരുത്. കറണ്ട് പോകുമ്പോൾ ഒരു ജനറേറ്റർ ഉള്ളത് നല്ലതല്ലേടാ. നോക്കടാ, റോസ് വരുന്നു. അവളെ ഇന്നൊന്ന് വാട്ടണം. എങ്കിൽ ഞാൻ നിനക്കൊരു നല്ല അപ്ലാസ് തരും. ശരിയാണ്. റോസാപ്പൂ മാല തരാൻ റോഡരുകിൽ വീടുടാറാം. എന്റെ കൂടെ പോരുമോ റോസി? പെണ്ണുങ്ങൾ വരുന്നോ പോകുന്നോ എന്ന് നോക്കിയിരിക്കുന്ന വായി നോക്കികൾ. എന്റെ കാലിൽ ചെരുപ്പുണ്ടടാ. സാരഥി, നിന്റെ ആള് വരുന്നുണ്ട്. ഒന്ന് പോയിനടി അവിടുന്ന്. ഓ, ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ലേ? എന്താ ഇന്നൊരു മൗനം? ഒന്നുമില്ല. മേലാളന്മാരായ മേധാവിമാരുടെ മേലാളന്മാരായ
ഉണ്ട്. എന്താണെങ്കിലും എന്നോട് പറയൂ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഞാനും മിണ്ടുന്നില്ല. പച്ചപ്പുള്ളെ താമരപ്പുള്ളെ നിന്നോടുള്ള കൂട്ടുവെട്ടി. ഞാൻ മിണ്ടില്ല. ഞാൻ പിണങ്ങാൻ പറഞ്ഞതല്ല. ഞാനും ഡാഡിയുമായി ഇന്ന് ചെറുതായിട്ടൊന്ന് ഉറസി. ഉറസാൻ ചേട്ടൻ എന്താ തീപ്പെട്ടിക്കോലാണോ? സാരഥേ, നിർത്ത്. ഈ ആസ്ഥാനത്തുള്ള വളിപ്പടി എനക്കത്ര പിടിക്കുന്നില്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്റെ ഡാഡി അറിഞ്ഞു. അയ്യോ, എന്നിട്ട് തമ്പി മുതലാളി വല്ലതും ചോദിച്ചോ? ഇല്ല. ഡാഡിയുടെ ചില മുനവിച്ചുള്ള സംസാരം കേട്ടപ്പോൾ എനക്കങ്ങനെ തോന്നി. രാജേട്ട, അന്നേ ഞാൻ പറഞ്ഞതല്ലേ നമുക്കിതൊന്നും വേണ്ടെന്ന്. അല്ലേലും പണക്കാരനായ നിങ്ങൾ എവിടെ കിടക്കുന്നു? ഈ പാവം പിടിച്ച ഞാൻ എവിടെ കിടക്കുന്നു? നാനതങ്ങ് മറന്നു. പറഞ്ഞതുപോലെ നീ എവിടെയാ കിടക്കുന്നത്? അയ്യടാ കൊതിയാ. വേണ്ട രാജേട്ട, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അല്ലെങ്കിലും ഞങ്ങളൊക്കെ പാവത്തങ്ങളാണ്, നിങ്ങൾ വലിയ പണക്കാരന്മാർ. നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരില്ല രാജേട്ട, നമ്മൾ ചേരില്ല. സാരഥേ, നീയും എന്നോട് ഇങ്ങനെ തുടങ്ങുകയാണ് എങ്കിൽ നീ നോക്കിക്കൂ. നാളെ രാവിലെ നീ കാണുന്നത് നിന്നെ വീടിന്റെ അസയിൽ തൂങ്ങിയാടുന്ന എന്റെ ജഡമായിരിക്കും. എന്റെ ജഡം. രാജേട്ടാ! സാരഥേ, എന്റെ സാരഥേ. ഞങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉള്ളവരാണ്. നിർത്തിടാ. എന്താടാ ഇത്ര സിരിക്കാൻ? ഇവിടെ ആരാണ്ട് തുണിയില്ലാതെ നിൽക്കുന്നു. തുണിയില്ലാതെ നിന്നാൽ കൊള്ളാമായിരുന്നു. ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കണേ സാരഥേ. ഗൗനിക്കമട, വാടാ. അമ്മയുടെ മുലപ്പാൽ കുടിച്ചവന്മാരുണ്ടെങ്കിൽ വരിനടാ. അമ്മേ! അയ്യോ! ഓടുന്ന ഓട്ടം കണ്ടില്ലേ? പേടിട്ട് ടൂറികൾ. നിന്നെയൊക്കെ ഞാൻ എടുത്തോളാമടാ. രാജേട്ടന്റെ തൊഴി കാണാൻ എന്ത് രസമാണ്. രാജേട്ടൻ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ പഠിച്ചു. പിന്നെയെല്ലാം വീട്ടിലിരുന്നുള്ള പ്രാക്ടീസ് അത്ര തന്നെ. അയ്യോ, മണിയടിച്ചു. ഞാൻ ക്ലാസ്സിൽ പോകുന്നു. എങ്കിൽ നമുക്ക് പിന്നെ കാണാം. ടാറ്റാ. ടാറ്റാ ടിടി ടോട്ടു. സാരഥേ, നീ ഇന്നും കോളേജിൽ പോകുന്നില്ലേ? ഇല്ല, ഞാൻ എങ്ങും പോകുന്നില്ല. സാരഥേ, നീ ആ കൊച്ചു മുതലാളിയെ മറക്കണം. അവരൊക്കെ വലിയ ആൾക്കാരാണ്. നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. അമ്മ ഒന്ന് മിണ്ടാതിരിക്കാമോ? തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അയ്യോ, ദീ ആ കൊച്ചു മുതലാളി ഇങ്ങോട്ട് വരുന്നു. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ എന്ന്? എന്താ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. വെടി വെച്ചാൽ പുക. സാരഥി, സാരഥിയുടെ അമ്മേ, ഇവിടെ ആരുമില്ലേ? അയ്യോ, കൊച്ചു മുതലാളി കുഞ്ഞെന്തിനിങ്ങോട്ട് വന്നു? തമ്പി അദ്ദേഹം ഇതറിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പുകിലിവിടെ നടക്കുമെന്നറിയുമോ? ഒരു ചുക്കും നടക്കില്ല സാരഥിയുടെ അമ്മേ. അയാൾക്ക് മാത്രമല്ല വാസി, എനക്കുമുണ്ട് വാസി. സാരഥി ഇന്ന് എന്താണ് കോളേജിൽ വരാത്തത്? അത് പറയൂ, എന്താണ് സാരഥ കോളേജിൽ വരാത്തത്? അത് അവൾക്ക് ഇന്ന് തൊട്ടുകൂടാ. അയ്യോ, ഇതെന്താ പുകപ്പുരയോ? ഒന്ന് എഴുന്നേറ്റ് പോകാമോ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. രാജേട്ട, ഇതാ കാപ്പി കുടിക്കൂ. എനക്ക് വേണ്ട. കുടിക്കൂ കുഞ്ഞേ. എനക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ, പാവങ്ങളുടെ വീട്ടിൽ നിന്നും ഒന്നും കഴിക്കില്ലായിരിക്കും. ഞാൻ ഇവിടെ വന്നിട്ടുള്ള ദിവസങ്ങളിൽ ഒരു കപ്പ് കാപ്പിയുടെ വെള്ളമെങ്കിലും കുടിക്കാതെ പോയിട്ടുണ്ടോ? പറയൂ സാരഥയുടെ അമ്മേ. രാജേന്ദ്ര! അയ്യോ, തമ്പി മുതലാളി. ആരും പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. രാജേന്ദ്ര, അവളെ വിട്ടിട്ട് മറിയാറയ്ക്ക് വന്ന് എന്റെ ഫിയറ്റ് കാറി കയറി. ഇല്ല, സാരഥി ഇല്ലാതെ ഇവിടുന്ന് ഒരു അടി നാം വെക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നീ കേക്കില്ല അല്ലേടാ? ഇല്ല. കുറുപ്പേ, വാസുപിള്ളേ, വിക്രമൻ തമ്പി, അടിച്ചൊടിക്കവന്റെ രണ്ട് കാളും. ആ കാളിൽ ഇനി അവൻ എഴുന്നേറ്റ് നടക്കരുത്. അയ്യോ, അരുത്.
ഒന്നും ചെയ്യരുത്. അയ്യോ, വേണ്ട. എന്റെ രാജകുമാരി ഒന്നും ചെയ്യരുത്. രക്ഷിക്കണേ. സാരദേ, സാരദേ. ധിക്കാറി, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇനി നീ ഈ തെണ്ടികട കൂടെ ജീവിക്ക്. എനക്ക് വേണ്ട. എടുത്തോ, ഇനി നിങ്ങൾ എടുത്തോ. പറഞ്ഞടാ. തമ്പി മുതലാളി ഒന്ന് നിൽക്കണം. എന്താടി അശ്രീകരമേ? ഈ എണീറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്ത ഇയാളെ ഇനി എനിക്കെന്തിനാണ്? എങ്ങോട്ടാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കൊള്ളിൻ. സാരദേ.